ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വാർത്ത, നേപ്പാൾ ബീഹാർ അതിർത്തിയിൽ ജാഗ്രതാ നിർദ്ദേശം എന്നതാണ്. അതിന്റെ കാരണം നേപ്പാളിൽ നിന്ന് 3 പാകിസ്ഥാൻ ജെയ്ഷെ മുഹമ്മദ് ഭീകരർ ബീഹാറിലെത്തി എന്ന മുന്നറിയിപ്പിനെ തുടർന്നാണ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പി ബസന്ത് വിവരങ്ങളുമായിട്ട്. ബസന്ത്, വളരെ ഗുരുതരമായൊരു സ്ഥിതിയാണ്. 3 പേർ നേപ്പാൾ വഴി അപ്പോൾ നുഴഞ്ഞുകയറ്റം നടക്കുന്നുണ്ടോ എന്നത്, എങ്ങനെയാണ് പരിശോധനകൾ നടക്കുന്നത്? ഹസ്നൈൻ അലി, ആദിൽ ഹുസൈൻ, മുഹമ്മദ് ഉസ്മാൻ ഇവർ വന്ന വഴികളെക്കുറിച്ചുള്ള വിവരങ്ങളുണ്ടോ? ഈ ശ്രമങ്ങൾ പലയിടത്തുമായി ഉണ്ടോ? ദിവിഷ, ജെയ്ഷെ മുഹമ്മദിന്റെ ഒരു 3 ഭീകരരാണ് നേപ്പാൾ വഴി ഇന്ത്യയിലേക്ക്, അതായത് ബീഹാർ അതിർത്തി വഴി വന്നത് എന്നുള്ളൊരു മുന്നറിയിപ്പാണ് ഇപ്പോൾ ബീഹാർ പോലീസ് നൽകുന്നത്. 3 പേരുടെ ചിത്രങ്ങളും പുറത്തുവിട്ടിട്ടുണ്ട്. ഇത് ജെയ്ഷെ മുഹമ്മദിന്റെ ഭീകരരാണ് എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത്. ഇവർ ബഹാവൽപൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും കാഠ്മണ്ഡു വഴി ഇന്ത്യയിലേക്ക് കടന്നവരാണ് എന്നാണ് ഇപ്പോൾ പറയുന്നത്. ഇവർക്കെതിരെ മുന്നറിയിപ്പ് നിർദ്ദേശമുണ്ട്. അതിർത്തി ഗ്രാമങ്ങളിലൊക്കെ തന്നെ ഇപ്പോൾ പോലീസിന്റെ പരിശോധന നടക്കുകയാണ്. ബീഹാർ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഇതിലേറ്റവും നിർണായകമായിട്ടുള്ളത്. ഏതാനും മാസങ്ങൾക്കകം തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ഒരു സംസ്ഥാനത്താണ് ഇത്തരത്തിലൊരു ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്.